ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫൈനൽ മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ആദ്യം തേർഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂൾ അപ്ലോഡ് ചെയ്തു. അതേപോലെ തന്നെ 1 and 2 മൊഡ്യൂളുകൾ ഒരുമിച്ച് അപ്ലോഡ് ചെയ്തു. തേർഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളും ബാക്കിയുള്ളതും കൂടെ എൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി 1 and 2 മൊഡ്യൂളിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്കാണ്, അതായത് ഈ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ അവസാനത്തെ പാർട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇലക്ട്രിസിറ്റി ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതിൽ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്യാം എന്നുള്ള കാര്യമാണ്. നമ്മൾ സാധാരണ ഇലക്ട്രിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്രമാണ് ഇപ്പോൾ പഠിക്കുന്നത്. അതിൽ ഫിക്സഡ് ചാർജ് അങ്ങനെയുള്ള ഒരുപാട് ചാർജ് ഉണ്ട്, അതൊന്നും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നില്ല. നമുക്ക് തന്ന എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു അതിനനുസരിച്ചുള്ള ചാർജ് ഈടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു കാൽക്കുലേഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. കോസ്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഫോർ ദ മന്ത് ഓഫ് ഏപ്രിൽ ഫോർ ദി ഫോളോവിങ് ലോഡ്സ്. ഇത്ര ലോഡ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ദിവസം ഉപയോഗിക്കുന്ന ഏപ്രിൽ മാസം ഉപയോഗിക്കുന്ന ലോഡുകളുടെ അളവാണ് തന്നിട്ടുള്ളത്. അതിൽ ഒരു ദിവസം ഇത്ര മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ട്, ഇത്ര ലോഡ് ഉപയോഗിക്കുന്നുണ്ട്, ഇത്ര എണ്ണം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് തന്നു. അതേപോലെ തന്നെ ഒരു യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജിക്കുള്ള രൂപ 2.5 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ടോട്ടൽ ആയിട്ടുണ്ട്, എത്ര കോസ്റ്റ് ഈ എനർജിക്കെല്ലാം കൂടെ എത്ര കോസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ള ചോദ്യമാണ് ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. നോക്കുക, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ മാസത്തെയാണ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് APC എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 60 വാട്ടിൻ്റെ ബൾബ് 3 എണ്ണം ഉണ്ട്. അത് ഒരു ദിവസം 6 മണിക്കൂർ നേരത്തേക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നു. രണ്ടാമത്തേത് 40 വാട്ടിൻ്റെ ഒരു ഫ്ലൂറസെൻ്റ് ട്യൂബ് ഉണ്ട്, അതൊരു 4 എണ്ണം ഉണ്ട്, അതൊരു ദിവസം 8 മണിക്കൂർ നേരത്തേക്ക് ഓരോന്ന് വർക്ക് ചെയ്യിപ്പിക്കുന്നു. അതേപോലെ 15 വാട്ടിൻ്റെ CFL 5 എണ്ണം ഉണ്ട്, അതൊരു ദിവസം ഓരോന്നും 5 മണിക്കൂർ വീതം വർക്ക് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു മാസം ഏപ്രിൽ മാസം എത്രത്തോളം ബില്ല് വരും എന്നുള്ളതാണ്. നമുക്ക് ഏപ്രിൽ മാസം എന്ന് പറഞ്ഞാൽ 30 ദിവസമുള്ള മാസമാണ്. സാധാരണ 2 രീതിയിലാണ് ചോദ്യം ചോദിക്കുക. ഒരു മാസം എന്ന് പറയും, ഒരു മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുക 30 ദിവസമാണെന്നുള്ളത്. ഇവിടെ ഏപ്രിൽ മാസം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞതുകൊണ്ട് ഏപ്രിൽ മാസത്തിൽ 30 ദിവസമാണുള്ളത്. ജനുവരി ആണെങ്കിൽ അത് 31 ആകും. ഈ രീതിയിൽ നമുക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ ഏപ്രിൽ എന്ന് പറഞ്ഞതുകൊണ്ട് 30 ദിവസത്തെ എത്ര യൂണിറ്റ് അല്ലെങ്കിൽ എത്ര കിലോ വാട്ട് അവർ വൈദ്യുതി ഉപയോഗിച്ചു എന്നുള്ളത് കണ്ടുപിടിക്കണം. നമുക്കിവിടെ ആദ്യം ഒരു ദിവസം എത്ര വൈദ്യുതി ഉപയോഗിച്ചു എന്നുള്ളത് കാണാം. അപ്പോൾ നോക്കുക, ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു കിലോ വാട്ട് അവർ ആണ്. അപ്പോൾ ഒരു യൂണിറ്റിന് 2.5 രൂപ. അങ്ങനെയാണെങ്കിൽ 10 യൂണിറ്റിന് 10 × 2.5. അപ്പോൾ എത്ര യൂണിറ്റ് ഉണ്ടെന്ന് കാണണമെങ്കിൽ എത്ര കിലോ വാട്ട് അവർ ഉണ്ടെന്ന് കണ്ടാൽ മതി. കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ കിലോ വാട്ട് ഇൻറ്റു അവർ ആണ്. എന്ന് പറഞ്ഞാൽ പവർ ഇൻറ്റു അവർ, അതാണ് എനർജി. അപ്പോൾ എത്ര പവർ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കിട്ടണം. ഇപ്പോൾ ഒന്നാമത്തെ A എന്ന് പറയുന്ന പോർഷൻ 60 വാട്ട് ബൾബ് 3 എണ്ണം ഉപയോഗിക്കുന്നു. 60 വാട്ട് ബൾബിൻ്റെ 3 എണ്ണം എന്ന് പറയുമ്പോൾ 60 × 3 180, 180 വാട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് 180 വാട്ടാണ്. അത് എത്ര മണിക്കൂർ നേരത്തേക്കാണ്? 6 മണിക്കൂർ നേരത്തേക്കാണ്. അപ്പോൾ നമുക്ക് വാട്ട് ഇൻറ്റു അവർ എന്ന് പറഞ്ഞാൽ 180 × 6 എന്ന് കിട്ടും. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ 60 × 3 180 ആണ്, പക്ഷേ അത് വാട്ടിലാണ്. കിലോ വാട്ടിലേക്ക് മാറ്റാൻ നമ്മൾ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. അപ്പോൾ ഡിവൈഡഡ് ബൈ 1000 അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. 60 × 3 ഡിവൈഡഡ് ബൈ 1000, അപ്പോൾ കിലോ വാട്ടിൽ കിട്ടുന്നു, ഇൻറ്റു 6 അവർ. അത് ചെയ്യുമ്പോൾ 1.08 കിലോ വാട്ട് അവർ എന്ന് കിട്ടുന്നു. ഇതാണ് ഒരു ദിവസം ഉപയോഗിക്കുന്ന, ഒരു ദിവസം ഈ 60 വാട്ട് ബൾബ് കൊണ്ടുള്ള 60 വാട്ട് ബൾബ് കൊണ്ടുള്ള എനർജി കൺസംഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് 40 വാട്ടിൻ്റെ 4 ബൾബുകളുണ്ട്. അപ്പോൾ നമുക്ക് ആകെ വാട്ട് കാണാൻ 40 വാട്ട് ഇൻറ്റു 4, 40 × 4 എന്നുള്ളത് കിട്ടും. പക്ഷേ കിലോ വാട്ടിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 1000. സോ 40 × 4/1000 അതാണ് അത്രയും കിലോ വാട്ട്. കിലോ വാട്ട് അവർ ആക്കാൻ ഇൻറ്റു എത്ര അവറാന്നുള്ളത് കൊണ്ട് ഗുണിക്കണം, ഇൻറ്റു 8 അവേഴ്സ്. അപ്പോൾ 1.28 കിലോ വാട്ട് അവർ എന്ന് കിട്ടി. ഇനി അടുത്തത് മൂന്നാമത്തെ C പാർട്ട് നോക്കുക. 15 വാട്ടിൻ്റെ CFL 5 എണ്ണം ഉണ്ട്. അപ്പോൾ 15 × 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വാട്ട് ഉണ്ടെന്ന് കിട്ടും. ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ എത്ര കിലോ വാട്ട് ഉണ്ടെന്ന് കിട്ടും. അത് ഇൻറ്റു അത് എത്ര മണിക്കൂർ നേരത്തേക്ക്? 5 മണിക്കൂർ നേരത്തേക്ക്. അപ്പോൾ അതിൻ്റെ കിലോ വാട്ട് അവർ ഒരു ദിവസത്തെ കിട്ടി. അത് നമുക്ക് 0.375 കിലോ വാട്ട് അവർ എന്ന് കിട്ടും. ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ ഒരു ദിവസം ഇത് മൂന്നും കാരണം, അല്ലെങ്കിൽ ഈ ഒരു 3 സംഭവങ്ങൾ കാരണം, ഒരു 3 സംഭവം എന്ന് പറഞ്ഞാൽ ഓരോന്നും ആദ്യത്തേത് 3 എണ്ണം ഉണ്ട്, രണ്ടാമത്തേത് 4 എണ്ണം ഉണ്ട്, മൂന്നാമത്തേത് 5 എണ്ണം ഉണ്ട്. ഇങ്ങനെ ഇതെല്ലാം കൂടെ കാരണമുള്ള എനർജി അല്ലെങ്കിൽ എത്ര യൂണിറ്റ് ചിലവായി, എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു എന്നുള്ള കണക്ക് കിട്ടുന്നു. അപ്പോൾ 1.08, 1.28, 0.375 ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ 2.735 കിലോ വാട്ട് അവർ അഥവാ 2.735 യൂണിറ്റ്സ് കിട്ടുന്നു. ഇങ്ങനെ ഏപ്രിൽ മാസം 30 ദിവസമുണ്ട്. അപ്പോൾ 30 ദിവസത്തേക്കുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും യൂണിറ്റ് ഒരു ദിവസത്തേക്കാണ്. അപ്പോൾ 30 ദിവസം എത്ര യൂണിറ്റാണ്? ഇൻറ്റു 30. അത് ചെയ്യുമ്പോൾ നമുക്ക്
2.735 into 30 which is equal to 82.05 യൂണിറ്റ്സ് അഥവാ കിലോ വാട്ട് അവർ എന്ന് കിട്ടി. ഒരു യൂണിറ്റിന് അഥവാ ഒരു കിലോ വാട്ട് അവറിന് 2.5 റുപ്പീസാണ്. അങ്ങനെയാണെങ്കിൽ 82.05 യൂണിറ്റ്സിന് എത്ര ഇൻറ്റു 2.5 ഇൻറ്റു 82.05 ചെയ്യുക. അതിൻ്റെ ആൻസർ നമുക്ക് 205.125 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ചെയ്തു നോക്കുക, കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് സൂപ്പർ പൊസിഷൻ തിയറം എന്താണെന്നുള്ളതാണ്. ഡെഫിനിഷനായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. സൂപ്പർ പൊസിഷൻ തിയറം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ആദ്യം പറയാം, എന്നിട്ട് ഡെഫിനിഷനിലേക്ക് പോകാം. നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്, ഒരു സർക്യൂട്ട് ഉണ്ട്. ആ ഒരു നെറ്റ്വർക്കിൽ നമുക്ക് ഒരുപാട് എനർജി സോഴ്സുകൾ, ഒരുപാട് വോൾട്ടേജ് സോഴ്സുകളുണ്ട്, ഒരുപാട് കറണ്ട് സോഴ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് റെസിസ്റ്റൻസുകളുമുണ്ട്. ഓക്കെ, അതിൽ ഒരു റെസിസ്റ്ററിൽ ഈ പറഞ്ഞ ഈ സർക്യൂട്ടിലുള്ള മുഴുവൻ വോൾട്ടേജ് സോഴ്സുകളും കറണ്ട് സോഴ്സുകളും ഒക്കെ കാരണം ഈ ഒരു ഒറ്റ റെസിസ്റ്റൻസ് എടുക്കുക. ആ റെസിസ്റ്ററിൽ എത്രത്തോളം കറണ്ടോ അല്ലെങ്കിൽ വോൾട്ടേജോ ഉണ്ടാകുന്നു എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ മൊത്തം സർക്യൂട്ടിലുള്ള വോൾട്ടേജ് സോഴ്സിനെയും കറണ്ട് സോഴ്സിനെയും ഒരുമിച്ച് പരിഗണിക്കാതെ അവയെ ഓരോന്നിനെയും ഓരോന്നായിട്ട് പരിഗണിക്കാം. ആദ്യം ഒരു വോൾട്ടേജ് സോഴ്സ് മാത്രം എടുക്കുക, എന്നിട്ട് ആ വോൾട്ടേജ് സോഴ്സ് കൊണ്ട് ഈ റെസിസ്റ്ററിൽ എത്ര കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഉണ്ടാകുന്നു. പിന്നീട് അടുത്ത വോൾട്ടേജ് സോഴ്സ് എടുക്കുക അല്ലെങ്കിൽ അടുത്ത സോഴ്സ് എടുക്കുക, എന്നിട്ട് അതുകൊണ്ട് ഈ റെസിസ്റ്ററിൽ എത്ര വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാകുന്നു. അങ്ങനെ ഓരോ വോൾട്ടേജ് സോഴ്സും അല്ലെങ്കിൽ കറണ്ട് സോഴ്സും ഇൻഡിവിജ്വലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് അത് ഓരോന്നും കാരണം ഇതേ റെസിസ്റ്ററിൽ എത്ര കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഉണ്ടാകുന്നു എന്ന് കണ്ടുപിടിച്ച് അതെല്ലാം കൂടെ ആഡ് ചെയ്തത് ഏതിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്? ഈ സോഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് ഈ റെസിസ്റ്ററിൽ എത്ര വോൾട്ടേജ് കറണ്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. അതാണ് സൂപ്പർപോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് കിട്ടുന്നതും അത് ഒറ്റയടിക്ക് കിട്ടുന്ന ഒന്നാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള സർക്യൂട്ട് നെറ്റ്വർക്ക് അതിന് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം. അതൊരു ലീനിയർ നെറ്റ്വർക്ക് ആയിരിക്കണം, ഒരു ആക്റ്റീവ് നെറ്റ്വർക്ക് ആയിരിക്കണം, ഒരു ബൈലാറ്ററൽ നെറ്റ്വർക്ക് ആയിരിക്കണം. അതെന്താണെന്ന് പറയാനുള്ള നേരം ഇല്ലാത്തതുകൊണ്ട് അതിനകത്തേക്ക് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ പറയാം. In any linear active bilateral network consisting of number of energy sources, resistances, etc. the effect produced in any element, effect എന്ന് പറഞ്ഞാൽ അത് കറണ്ട് ആകാം, വോൾട്ടേജ് ആകാം. എനി എലമെന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള റെസിസ്റ്ററോ അല്ലെങ്കിൽ ഇൻഡക്ടറോ എന്തെങ്കിലും. when all the sources act at a time, എല്ലാ സോഴ്സുകളും ഒരുമിച്ച് ആക്ട് ചെയ്യുകയാണ് ഒരു എലമെന്റിൽ, അപ്പോഴുണ്ടാകുന്ന എഫക്റ്റ് അഥവാ കറണ്ടും വോൾട്ടേജും is equal to, അത് ഏതിന് ഈക്വൽ ആണ്? ഈക്വൽ ടു ദ സം ഓഫ് എഫക്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് സോഴ്സ് കൺസിഡേർഡ് സെപ്പറേറ്റ്ലി. നമ്മൾ ഈ പറഞ്ഞ സോഴ്സുകളെല്ലാം ഓരോന്നായിട്ട് പരിഗണിച്ചാലും അത് ഓരോന്നായിട്ട് പരിഗണിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ആ ബ്രാഞ്ചിൽ, ആ എലമെന്റിൽ അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസിൽ ഉണ്ടാക്കുന്ന വോൾട്ടേജുകൾ അല്ലെങ്കിൽ കറണ്ടുകൾ എല്ലാം കൂടെ കൂട്ടിയാൽ അതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. സിമ്പിളാണ് കാര്യം. ഓക്കെ, അപ്പോൾ കുറേ വോൾട്ടേജ് സോഴ്സ് കാരണം ഒരു റെസിസ്റ്ററിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് സോഴ്സിന് ഓരോന്നായിട്ട് പരിഗണിച്ച് അത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാകുമ്പോൾ ഉള്ളത് എല്ലാം കൂടെ കൂട്ടിച്ചേർത്താലുള്ളതാണ് എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ. നെക്സ്റ്റ്, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്താണ്? മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരു സോഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു എനർജി സോഴ്സ് ഉണ്ട്. ഈ എനർജി സോഴ്സിൽ നിന്ന് നമ്മൾ, എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ജനറേറ്ററോ എന്തെങ്കിലും, നമ്മുടെ കയ്യിലുള്ള എനർജി സോഴ്സിൽ നിന്ന് പവർ നമ്മൾ ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ലോഡ് എന്ന് പറഞ്ഞാൽ ബൾബോ ഫാനോ അല്ലെങ്കിൽ മോട്ടറുകളോ എന്തോ ആവാം, അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പോൾ മാക്സിമം പവർ റേറ്റ് സോഴ്സിൽ നിന്ന് നമ്മുടെ ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളതാണ്. മാക്സിമം പവർ സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഡിൻ്റെ റെസിസ്റ്റൻസും നമ്മുടെ ഈ സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ സോഴ്സിൻ്റെ ഭാഗത്തുള്ള റെസിസ്റ്റൻസ് എല്ലാം കൂടെ ചേർത്താൽ അത് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പോൾ സോഴ്സ് റെസിസ്റ്റൻസും ലോഡ് റെസിസ്റ്റൻസും ഈക്വൽ ആയാൽ മാത്രമേ മാക്സിമം പവർ സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ദിസ് ഇസ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. ആ സമയത്ത് 50% മാത്രമേ എഫിഷ്യൻസി കിട്ടുള്ളൂ. അതുകൊണ്ട് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഇത് ഉപയോഗിക്കാറില്ല. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇലക്ട്രോണിക് സിസ്റ്റം, ഇതിലൊക്കെയാണ് അത് സാധാരണ ഉപയോഗിക്കുക. സ്പീക്കറിൻ്റെ ഡിസൈൻ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ പർപ്പസ്, ഇതിലൊക്കെയാണ് ഈ തിയറം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഡെഫിനിഷനായിട്ട് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻ എനി ലീനിയർ ആക്റ്റീവ് ബൈലാറ്ററൽ നെറ്റ്വർക്ക് കൺസിസ്റ്റിംഗ് ഓഫ് നമ്പർ ഓഫ് എനർജി സോഴ്സസ്, റെസിസ്റ്റൻസസ് എക്സെട്ര, മാക്സിമം പവർ ഇസ് ഡെലിവേർഡ് ടു ദ ലോഡ് ഓർ ട്രാൻസ്ഫേർഡ് ടു ദ ലോഡ് when the load resistance is equal to source resistance. ഇതിലെ മാക്സിമം പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെയുള്ള സോഴ്സ് വോൾട്ടേജ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4RS. RS എന്ന് പറഞ്ഞാൽ സോഴ്സ് റെസിസ്റ്റൻസ്, RS RL ഈക്വൽ ആണെങ്കിൽ ഇങ്ങനെയും കൂടെ എഴുതാം, VS² ബൈ 4RL എന്നും എഴുതാം. ഓക്കെ, മാക്സിമം പവർ കാണാൻ നമ്മൾ തെവനിൻസ് വോൾട്ടേജ് ഉൾപ്പെടുത്തിയിട്ടും തെവനിൻസ് റെസിസ്റ്റൻസ് ഉൾപ്പെടുത്തിയിട്ടും ഇക്വേഷൻ എഴുതാം. അതായത് ഇപ്പോൾ ഈ മാക്സിമം ഇസ് ഈക്വൽ ടു VTH² ബൈ 4RTH.
VTH എന്ന് പറഞ്ഞാൽ തെവനിൻസ് വോൾട്ടേജ്, RTH എന്ന് പറഞ്ഞാൽ തെവനിൻസ് റെസിസ്റ്റൻസ്. അതായത് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് തെവനിൻസ് റെസിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ തെവനിൻസ് വോൾട്ടേജ് സ്ക്വയർ ബൈ 4 ടൈംസ് തെവനിൻസ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കുക. ഈ കാണുന്നത് മതി. നമ്മൾ പറയുന്ന എക്സ്പ്ലനേഷൻ എപ്പോഴും പറയുന്നത് പോലെ എക്സ്പ്ലനേഷൻ കൊണ്ട് കൺഫ്യൂസ്ഡ് ആവണ്ട, ഡിസ്റ്റർബ്ഡ് ആവണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സംഭവം നോക്കി എഴുതിയിട്ട് അത് മനസ്സിലാക്കി വെക്കുക. ഇനി ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. നമുക്കറിയാം ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് എന്താണ്, IL സ്ക്വയർ RL ആണ്. കാരണം നമ്മൾ നേരത്തെ ഫിഗർ എടുക്കുക, ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ RL എന്ന് പറയുന്നത് ഇതാണ്. അതിലേക്കൂടെ പോകുന്ന കറണ്ടാണ് IL എന്ന് പറയുന്നത്. ആ IL എന്ന് പറഞ്ഞാൽ എന്താ, വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഈ RS പ്ലസ് RL ആണ്. അപ്പോൾ IL എന്ന് പറഞ്ഞാൽ ലോഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് VS ഡിവൈഡഡ് ബൈ RS പ്ലസ് RL ആണ്. അതേപോലെ ഈ RLലുള്ള പവർ എന്താ, I സ്ക്വയർ RL ആണ്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കിയാൽ നമ്മുടെ ഒരു ഇക്വേഷൻ കിട്ടും. നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഔട്ട്പുട്ട് പവർ ഇസ് ഈക്വൽ ടു IL സ്ക്വയർ RL ആണ്. അതുപോലെ IL എന്ന് പറഞ്ഞാൽ VS ബൈ RS പ്ലസ് RL ആണ്. അപ്പോൾ ILൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക VS ബൈ RS പ്ലസ് RL. അപ്പോൾ അത് സ്ക്വയർ ഇൻറ്റു RL എന്ന് കിട്ടും. ഇതാണ് ഔട്ട്പുട്ട് പവർ. മാക്സിമം ഔട്ട്പുട്ട് പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ് എന്നുള്ള മാത്തമാറ്റിക്സിലെ തിയറമാണ് മാക്സിമം പവർ. സോ dP/out/DRL വിത്ത് റെസ്പെക്ട് ടു റെസിസ്റ്റൻസ്, വേരിയബിൾ ആയിട്ടുള്ള ഇവിടെ റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു RL നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഈ ഒരു സംഭവം കിട്ടുന്നത്, RL ഇസ് ഈക്വൽ ടു RS എന്നുള്ളത് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ചോദിക്കാറുണ്ട് ചിലപ്പോൾ അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അത് പഠിച്ചു വെച്ചാൽ ഉത്തരമായി. ഓക്കെ, ഇതേപോലെ നമുക്ക് മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യമാണ് തെവനിൻസ് തിയറം എന്താണെന്നുള്ളത്. തെവനിൻസ് തിയറം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട്, അതിനകത്ത് ഒരുപാട് എനർജി സോഴ്സസുകളും ഒരുപാട് റെസിസ്റ്ററുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് ആക്കി മാറ്റാം. ആ സിമ്പിൾ നെറ്റ്വർക്കിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഒരു സീരീസ് റെസിസ്റ്റർ ഉണ്ട്. ഇതിങ്ങനെ കണക്ട് ചെയ്തതാക്കി മാറ്റാൻ പറ്റും. ഇതാണ് തെവനിൻസ് തിയറം പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻ എനി ലീനിയർ ആക്റ്റീവ് ബൈലാറ്ററൽ നെറ്റ്വർക്ക്, ഏതൊരു ലീനിയർ ആക്റ്റീവ് ബൈലാറ്ററൽ നെറ്റ്വർക്കിനെയും അതിനകത്ത് എന്തൊക്കെയുണ്ട്, കൺസിസ്റ്റിംഗ് ഓഫ് നമ്പർ ഓഫ് എനർജി സോഴ്സസ്, റെസിസ്റ്റൻസസ് എക്സെട്ര, വിത്ത് ഓപ്പൺ സർക്യൂട്ട് വിത്ത് ഓപ്പൺ ഔട്ട്പുട്ട് ടാർഗറ്റ് ടെർമിനൽസ്. അതിൻ്റെ ടാർഗറ്റ് ടെർമിനൽ, അതായത് ഈ തെവനിൻസ് തിയറം എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമുക്ക് ഏതെങ്കിലും ഒരു രണ്ട് ടെർമിനലിന് ഇടയ്ക്കുള്ള തെവനിൻസ് ഇക്വലന്റ് കാണാനാണ് പറയുക. തെവനിൻസ് ഇക്വലന്റ് അല്ലെങ്കിൽ തെവനിൻസ് തിയറം എന്നൊക്കെ പറയുന്നത് എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഏതെങ്കിലും രണ്ട് ടെർമിനൽ നമ്മളോട് പറയും, ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, AB എന്ന് പറയുന്ന ടെർമിനലുകൾക്ക് ഇടയ്ക്കുള്ള തെവനിൻസ് ഇക്വലന്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ PQവിൻ്റെ അടുത്തുള്ള കണ്ടുപിടിക്കുക. അപ്പോഴും ഒരു ഓപ്പൺ ടാർഗറ്റ് ടെർമിനൽസ് ഏതിന് അക്രോസ് ആയിട്ടുള്ള തെവനിൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. വേറെ ഒന്നുമില്ല. കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പഠിച്ചു വെച്ച് വിട്ടേക്കുക. കാരണം നമുക്കത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആക്കാനുള്ള സമയമില്ല. സോ എനി ലീനിയർ ആക്റ്റീവ് ബൈലാറ്ററൽ നെറ്റ്വർക്ക് കൺസിസ്റ്റിംഗ് ഓഫ് നമ്പർ ഓഫ് എനർജി സോഴ്സസ്, റെസിസ്റ്റൻസ് എക്സെട്ര വിത്ത് ഓപ്പൺ ഔട്ട്പുട്ട് ടാർഗറ്റ് ടെർമിനൽസ് ഡിഫൈൻഡ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു, അതിനെ മാറ്റാൻ പറ്റും ഇൻറ്റു എ സിമ്പിൾ നെറ്റ്വർക്ക്, ഒരു സിമ്പിൾ നെറ്റ്വർക്കാക്കി മാറ്റാൻ പറ്റും. ആ സിമ്പിൾ നെറ്റ്വർക്കിനകത്ത് എന്തൊക്കെയുള്ളത്, കൺസിസ്റ്റിംഗ് ഓഫ് എ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ്. അപ്പോൾ വലിയൊരു സർക്യൂട്ട് ഇവിടെ നെറ്റ്വർക്ക് എന്ന് എഴുതിയിട്ടുള്ളൂ, അതിന് ഒരുപാട് സാധനങ്ങളുണ്ട്, അതിനെ ഈ രൂപത്തിലേക്ക് മാറ്റി. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുള്ളത്, ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഒരു സീരീസ് റെസിസ്റ്റർ ഉണ്ട്, എന്നിട്ട് ആ ടാർഗറ്റ് ടെർമിനൽ ഇതേപോലെ ഇങ്ങനെ ഇട്ടേക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ 3 രീതിയിലെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാം. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു സർക്യൂട്ട് മാത്രം, ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാൻ പറയും. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഈ ഡെഫിനിഷനോ അല്ലെങ്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനോ പറയുകയാണെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞതിന് ശേഷം, ഈ ഒരു ഫിഗർ വരച്ചതിന് ശേഷം നമുക്ക് ഇവിടെ VTHും അതേപോലെ RTHും ഉണ്ട്. അപ്പോൾ VTHും RTHും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ സ്റ്റെപ്പാണ് താഴെ എഴുതിയിട്ടുള്ളത്. ഒന്നുമില്ല, നമ്മളെന്ത് ചെയ്യുക, ഏത് ടെർമിനൽസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് തെവനിൻസ് തിയറം അല്ലെങ്കിൽ തെവനിൻസ് ഈക്വലൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് നോക്കുക. അവിടെ ഉള്ള വോൾട്ടേജ് ആ ഓപ്പൺ അത് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ സർക്യൂട്ടാക്കി വെക്കണം. അതായത് ഏതൊക്കെ ടെർമിനൽ AB എന്ന് പറയുന്ന 2 ടെർമിനൽ ഉണ്ട്, അതിന് ക്രോസ് ആയിട്ട് റെസിസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റെസിസ്റ്ററിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യണം, അവിടെ ആ ഓപ്പൺ സർക്യൂട്ടാക്കി വെക്കണം ടെർമിനൽ. എന്നിട്ട് ഓപ്പൺ സർക്യൂട്ടിലുള്ള വോൾട്ടേജ് കാണണം. ഇതാണ് തെവനിൻസ് വോൾട്ടേജ്. അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ ടെർമിനൽ, ടാർഗറ്റ് ടെർമിനൽ, അതിലെന്തെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക, അവിടെ അങ്ങനെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിച്ചു, അതാണ് തെവനിൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞു. അതേപോലെ ആ ടെർമിനൽസിലുള്ള റെസിസ്റ്റൻസ്, ആ ടെർമിനൽസ് കൂടെയുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ ടെർമിനൽസിന് അക്രോസ് ആയിട്ടുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ അതാണ് തെവനിൻസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും മനസ്സിലാകാത്തവർ എന്ത് ചെയ്യുക, ജസ്റ്റ് അതുപോലെ പഠിച്ചു വെക്കുക, അതിനകത്ത് എഴുതിയ കാര്യങ്ങൾ പഠിച്ചു വെക്കുക, എഴുതുക മതി. സോ സ്റ്റെപ്സ് ടു കാൽക്കുലേറ്റ് VTH അല്ലെങ്കിൽ VOC എന്താണ്? ഒന്നാമത് ടാർഗറ്റ് ടെർമിനൽസ് ഏതാണ്, അതായത് ഏത് ടെർമിനൽസിന് അക്രോസ് ആയിട്ടുള്ള തെവനിൻസ് ഈക്വലന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഐഡന്റിഫൈ ദ ടാർഗറ്റ് ടെർമിനൽസ്. ടാർഗറ്റ് ടെർമിനൽസ് ആർ ദ ടെർമിനൽസ് അക്രോസ് വിച്ച് the Thevenin's equivalent is to be found out.
രണ്ടാമത്തത് അത് കണ്ടുപിടിച്ചതിന് ശേഷം റിമൂവ് എനി എലമെന്റ് ഇഫ് എനി അക്രോസ് ഇറ്റ്. അതിലേതെങ്കിലും റെസിസ്റ്ററോ അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സ് എന്തെങ്കിലും എലമെന്റ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാം. പിന്നെ ഓപ്പൺ സർക്യൂട്ട് ദ വോൾട്ടേജ് അക്രോസ് ഇറ്റ്. അത് റിമൂവ് ചെയ്തിട്ട് അവിടെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അക്രോസ് ഇറ്റ് ഇസ് ദി VTH. അത് ആ ഇതിന് അക്രോസ് ആയിട്ടുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണെന്ത് VTH. അത് കണ്ടുപിടിക്കുക. ഇനി RTH എങ്ങനെ കണ്ടുപിടിക്കാം? RTH കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് ഇതേപോലെ തന്നെ. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടാർഗറ്റ് ടെർമിനൽസ് ഐഡന്റിഫൈ ചെയ്യുക, അവിടെ അതിന് അക്രോസ് ആയിട്ട് എന്തെങ്കിലും എലമെന്റ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക, അതേപോലെ തന്നെ ഇക്വലന്റ് റെസിസ്റ്റൻസ് അതിന് അക്രോസ് ആയിട്ട് ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫൈനലി ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഇക്വലന്റ് സർക്യൂട്ടായിട്ട് മാറും. അപ്പോൾ സിമ്പിളാണ് തെവനിൻസ് തിയറം. നിങ്ങൾ നോക്കുക, മനസ്സിലാക്കുക. നെക്സ്റ്റ് നോർട്ടൺസ് തിയറം എന്താണ്? നോർട്ടൺസ് തിയറം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, പക്ഷെ ഒരേ ഒരു വ്യത്യാസം, ഇവിടെ നമ്മൾ സിമ്പിൾ സർക്യൂട്ടാക്കി മാറ്റുന്നത് വോൾട്ടേജ് സോഴ്സും സീരീസ് റെസിസ്റ്ററും അല്ല, പകരം ഒരു കറണ്ട് സോഴ്സും ഒരു പാരലൽ റെസിസ്റ്ററുമാണ്. ആ കറണ്ട് സോഴ്സിനെ IN നോർട്ടൺസ് കറണ്ട് സോഴ്സ് എന്ന് പറയും. അതേപോലെ പാരലൽ റെസിസ്റ്റൻസിന് നോർട്ടൺസ് റെസിസ്റ്റൻസ് എന്ന് പറയും. നോർട്ടൺസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതും നേരത്തെ തെവനിൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച അതേപോലെയാണ്. അതുകൊണ്ട് അത് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടേ ഉള്ളൂ. സ്റ്റെപ്സ് ടു കാൽക്കുലേറ്റ് RN എന്ന് പറഞ്ഞാൽ നോർട്ടൺ റെസിസ്റ്റൻസ് സെയിം ആസ് ദാറ്റ് ഓഫ് RTH. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെഫിനിഷനായിട്ട് എന്താ പറയുക? എ ലീനിയർ ആക്റ്റീവ് ബൈലാറ്ററൽ നെറ്റ്വർക്ക് കൺസിസ്റ്റിംഗ് ഓഫ് നമ്പർ ഓഫ് എനർജി സോഴ്സസ് റെസിസ്റ്റൻസസ് എക്സെട്രാ വിത്ത് ഓപ്പൺ സർക്യൂട്ട് ടാർഗറ്റ് ടെർമിനൽസ് ഡിഫൈൻഡ് can be converted into a simple circuit containing a current source in parallel with a resistance. ഓക്കെ, ഇനി എങ്ങനെയാ അപ്പോൾ നോർട്ടൺസ് കറണ്ട് സോഴ്സ് കണ്ടുപിടിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ്. ഏതാണ്? ആദ്യമായിട്ട് ടാർഗറ്റ് ടെർമിനൽസ് ഐഡന്റിഫൈ ചെയ്യുക, രണ്ടാമത്തത് അതിനെ ക്രോസ് ആയിട്ട് എന്തെങ്കിലും എലമെന്റ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക, വല്ല റെസിസ്റ്ററോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കുക. അപ്പോൾ ഓപ്പൺ സർക്യൂട്ടായിട്ട് കിടക്കുകയാണ്. ഇനി ഇവിടെ കറണ്ട് കാണാൻ കണ്ടുപിടിക്കേണ്ടത്, പക്ഷേ ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അവിടെ ഷോർട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ടാർഗറ്റ് ടെർമിനൽസ് ഐഡന്റിഫൈ ചെയ്ത് അതിലെ എലമെന്റ്സിനൊക്കെ മാറ്റി അവിടെ ഷോർട്ടാക്കി കൊടുക്കുക. അപ്പോൾ ആ ഷോർട്ടായിട്ടുള്ള ആ ടെർമിനൽസിൻ്റെ രണ്ടും കണക്ട് ചെയ്ത ആ ഷോർട്ട് സർക്യൂട്ടിൽ കൂടി കടന്നു പോകുന്ന കറണ്ടിൻ്റെ അളവാണ് IN നോർട്ടൺസ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഇതും തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെന്താണെന്നുള്ളത് കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ അല്ലെങ്കിൽ എനർജി സ്റ്റോർഡ് ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ്. ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള എനർജി അത് കാണാനുള്ള ഇത് രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇത് ഡെറിവേഷൻ ചോദിക്കും, ഫൈനൽ ഇക്വേഷൻ മാത്രം ചോദിക്കും, രണ്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കപ്പാസിറ്റർ എടുത്തു. ആ കപ്പാസിറ്ററിൽ കൊടുക്കുന്ന വോൾട്ടേജ് V ആണ്. ആ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. V = Q/C. V = Q/C അല്ലെങ്കിൽ Q = CV എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Q എന്ന് പറഞ്ഞാൽ ചാർജാണ്, C എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസാണ്. അപ്പോൾ നമ്മളിവിടെ V എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ C എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് ഉള്ള ഈ ഒരു കപ്പാസിറ്ററിൽ Q എന്ന് പറയുന്ന ചാർജ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള കഴിവാണ്. അപ്പോൾ വർക്ക് കണ്ടുപിടിച്ചാൽ അത് തന്നെയാണ് എനർജി. അപ്പോൾ വർക്ക് കാണാൻ നമ്മൾ ആദ്യം വലിയ വർക്ക് കാണുന്നില്ല, ചെറിയ വർക്ക് കാണുകയാണ്. എങ്ങനെ? DQ എന്ന് പറയുന്ന ചെറിയ ചാർജാണ് നമ്മൾ ആദ്യം ഇതിലേക്ക് നടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി എത്ര വർക്ക് ചെയ്യണം എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അതാണ് ചെറിയ എനർജി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ DQ എന്നുള്ളത് ഫുൾ Q കാണാൻ എത്രത്തോളം വർക്ക് ചെയ്യണം? അതിനെയാണ് ഫുള്ളായിട്ടുള്ള എനർജി. അപ്പോൾ ആദ്യം ഫുള്ളായിട്ടുള്ള എനർജി കാണുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്? ഫുള്ളായിട്ടുള്ള എനർജി കാണുന്നതിന് പകരം ചെറിയ എനർജി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് വേണ്ട ചെറിയ എനർജി കാണുന്നു, എന്നിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ സ്മോൾ വർക്ക് ഡൺ, ചെറിയ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ dW = dQ × V. W എന്ന് പറഞ്ഞാൽ Q × V എന്നാണ്. W എന്ന് പറഞ്ഞാൽ Q × V എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. സോ dQ × V. V എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട് Q/C ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ പറഞ്ഞ ചെറിയ വർക്ക് ഡണ്ണിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? 0 മുതൽ Q. കാരണം അതിലേക്ക് നടക്കേണ്ട ചാർജ് എന്താണ്? Q ആണ്. സോ ഇൻ്റഗ്രൽ 0 to Q നേരത്തെ പറഞ്ഞ ചെറിയ വർക്ക് ഡൺ dW ചെയ്യുക. അപ്പോൾ dW എന്ന് പറഞ്ഞാൽ എന്താ? Q/C × dQ ആണ്. അപ്പോൾ 1/C ഇവിടെ പിന്നെ കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുക്കുക. സോ Q dQ എന്ന് വരും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് അവസാനം ഫൈനലി കിട്ടും 1/2 Q² which is equal to 1/2 CV² എന്ന് പറയാം. അതേപോലെ 1/2 QV എന്ന് പറയാം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1/2 Q² എന്ന് പറയുന്ന ഇക്വേഷനിൽ Q = CV എന്നും C = Q/V എന്നൊക്കെ വെച്ച് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യാണ്? അതിനകത്ത് ഈ 3 ഇക്വേഷൻസും കണ്ടുപിടിക്കുകയാണ്. സോ സിമ്പിളാണ്, നിങ്ങളിത് വായിച്ച് ജസ്റ്റ് നോക്കിയാൽ കാര്യം കിട്ടും. ഓക്കെ, കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നില്ല. നെക്സ്റ്റ് എനർജി സ്റ്റോർഡ് ഇൻ എൻ ഇൻഡക്ടർ ഓർ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത എനർജി അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്ത എനർജി കാണാനുള്ള ഇക്വേഷനാണ്. നമ്മൾ ആദ്യം ഇവിടെ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ആദ്യം പവർ കാണുകയാണ്. കാരണം പവർ ഇൻറ്റു ടൈമാണ് എനർജി. സോ പവർ എന്ന് പറഞ്ഞാൽ IV ആണ്, നമുക്കറിയാം. V എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിനെ സംബന്ധിച്ച് ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത എനർജി എന്നാൽ LdI/dt ആണ്. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ I × LdI/dt എന്ന് കൊടുത്തു. അപ്പോൾ ഇതിലെന്ത് ചെയ്യാം? L ഉം I ഉം ഒരുമിച്ച് ചെയ്ത് LIdI/dt എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ എനർജി കാണാൻ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രൽ പവർ ഇൻറ്റു dt ടൈം
ഓക്കെ, ഇപ്പോൾ പി ഡി ടി ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതി. അപ്പോൾ 0 മുതൽ ടി വരെ LIDI/dt. ഇനി ഈ ഇവിടെ dt സാധാരണ മാത്തമാറ്റിക്സിൽ ഇത് രണ്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ കട്ടായി പോവല്ല, പക്ഷേ മാത്തമാറ്റിക്സ് തിയറി പ്രകാരം അത് അവിടുന്ന് രണ്ടും dt മുകളിലും dt താഴെയും വരുമ്പോൾ പോവും, ക്യാൻസൽ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? ഇൻ്റഗ്രൽ 0 to t LIDI, ആ 0 to t എന്നുള്ള 0 to i എന്നായിട്ട് മാറും, കാരണം ഐയിലാണ് ഇപ്പം ഇൻ്റഗ്രേഷൻ്റെ ഇതുള്ളത് വിത്ത് റെസ്പെക്ട് ചെയ്യുന്നത്. സോ L കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ IDI എന്ന് പറഞ്ഞാൽ I²/2. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്യാപിറ്റൽ I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പർ ലിമിറ്റ് അതേപോലെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലോവർ ലിമിറ്റ്. സോ ഇക്വേഷൻ എങ്ങനെ വരും? ½ LI² എന്ന് വരും. ഇത് രണ്ട് രീതിയിലാണ് ചോദിക്കുന്നത്. ഒന്ന് ഡെറിവേഷൻ ചോദിക്കും, രണ്ടാമത്തേത് ഫൈനൽ ഇക്വേഷൻ മാത്രം ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക, കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ പ്ലേലിസ്റ്റിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ KVL KCL ഒക്കെ പ്ലേലിസ്റ്റിലുണ്ട്. അതേപോലെ തന്നെ ചാർജിങ് ഡിസ്ചാർജിങ് ഓഫ് നമ്മുടെ ബാറ്ററി, ലെഡ് ആസിഡ് ബാറ്ററി, അതും നമ്മുടെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ 4 വീഡിയോ ഇപ്പോൾ നോട്ടായിട്ട് നമ്മൾ കൊടുത്തു. അല്ലാത്ത പ്ലേലിസ്റ്റിൽ വേറെയും കുറച്ച് വീഡിയോസ് ഉണ്ട്, ചെക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.